നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തെ ഷൊർണൂരിൽ നഗരസഭാ ഭരണാധികാരികൾ അനുകരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഷൊർണൂരിൽ ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ ഉപവാസ സമരം വൈകിട്ട് 5 വരെ. പോക്സോ കേസിൽ പട്ടാമ്പി മുതല സ്വദേശിയായ 68-കാരൻ പോലീസിന്റെ പിടിയിൽ. പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് മുതുതല കോഴിക്കാട്ടിരി കവതിയാട്ടിൽ അബ്ദുൾ റസാഖിനെ. പ്രതിബന്ധുവായ പെൺകുട്ടിയെ 2022 മുതൽ പലതവണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന് പോലീസ്. ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിയ 3 യുവാക്കൾ അറസ്റ്റിൽ. പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ അഴിമതിയെന്ന് വെൽഫെയർ പാർട്ടി. 3 വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കണമെന്ന വ്യവസ്ഥ പാലക്കാട്ട് അട്ടിമറിക്കപ്പെട്ടു. കൺസ്യൂമർ ഫെഡിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തെ ഷൊർണൂരിലെ നഗരസഭാ ഭരണാധികാരികൾ അനുകരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഷൊർണൂരിൽ ദുർഭരണം ആരോപിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KA തുളസി. വൈകിട്ട് 5 മണി വരെ ഷൊർണൂർ ടൗണിലാണ് കൗൺസിലർമാരുടെ ഉപവാസ സമരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ് ഷൊർണൂർ നഗരസഭയിലും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സംസ്ഥാനത്തെ സർക്കാരിന് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ, കുടുംബിനികളുടെ, കുടുംബനാഥന്മാരുടെ, മോട്ടോർ വാഹന തൊഴിലാളികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ, അങ്ങനെ ആരുടെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാത്ത, രാജ്യത്തെ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും മുതലാളിമാരുമായിട്ടുള്ള ആളുകളുടെ മാത്രം നേട്ടത്തിനും ലാഭത്തിനും മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വരികയുണ്ടായി. നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയിൽ ആ പരിപാടി പെട്ടിട്ടുണ്ടാവും. പട്ടാമ്പിയിൽ പോക്സോ കേസിൽ 68-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുതുതല കോഴിക്കാട്ടിരി കവതിയാട്ടിൽ അബ്ദുൾ റസാഖിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബന്ധുവായ പെൺകുട്ടിയെ 2022 ജനുവരി മുതൽ പലതവണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിയ 3 പേർ പോലീസിന്റെ പിടിയിൽ. ഇന്നലെ രാവിലെ 8 മണിയോടെ ഭാരതപ്പുഴ മുണ്ടായ ശ്മശാനം കടവ് ഭാഗത്തു നിന്നാണ് 3 ചാക്കുകളിൽ അനധികൃതമായി മണൽ കടത്തുന്നത് പോലീസ് പിടികൂടിയത്. നദീതീര സംരക്ഷണം, മോഷണം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മണൽ കടത്തുന്ന മറ്റ് വാഹനങ്ങളെക്കുറിച്ചും പിന്നിൽ പ്രവർത്തിക്കുന്ന മണൽ മാഫിയയെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും തുടർന്നും അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ഇൻസ്പെക്ടർ V രവികുമാർ, SI M മഹേഷ് കുമാർ, സേതുമാധവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ്, കിരൺ, നിഷാദ്, ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ അഖിലേഷ്, പ്രണവ്, പ്രജീഷ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നൂറണയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് വെൽഫെയർ പാർട്ടി. 3 വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റണമെന്ന വ്യവസ്ഥ പാലക്കാട്ട് അട്ടിമറിക്കപ്പെട്ടെന്നും അഴിമതി നടത്താനാണ് മാനേജറെ മാറ്റാത്തതെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 70 സെന്റ് സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡാണ് സ്വകാര്യ ബിൽഡിംഗ് ഉടമയുടെ സ്വാധീനത്തിനു വഴങ്ങി മാറ്റി സ്ഥാപിക്കുന്നത്. പൊതുവെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന് അധിക ബാധ്യത വരുത്തുന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കൺസ്യൂമർ ഫെഡിനെ മാറ്റിസ്ഥാപിക്കാനായി നഷ്ടത്തിലാക്കിയത് ഉദ്യോഗസ്ഥരാണ്. പാലക്കാട് കൺസ്യൂമർ ഫെഡിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന 65ഓളം നന്മ, നീതി, ത്രിവേണി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പലതും അടച്ചുപൂട്ടിയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ്. സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ വിറ്റതിന് പാലക്കാട് കൺസ്യൂമർ ഫെഡിനെതിരെ കേസുണ്ട്. നിയമം പാലിക്കാതെയാണ് പല നിയമനങ്ങളും നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കൺസ്യൂമർ ഫെഡിനെ വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. കഞ്ചിക്കോട് മലമ്പുഴ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റാനായി 10 ലക്ഷം രൂപയാണ് അഡ്വാൻസായി നിശ്ചയിച്ചിരിക്കുന്നത്.
കൺസ്യൂമർ ഫെഡിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം വിജിലൻസ് അന്വേഷിക്കണമെന്നും KC നാസർ ആവശ്യപ്പെട്ടു. എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള 65ഓളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഈ സംവിധാനത്തിൽ ഇന്ന് വെറും 13 സ്ഥാപനങ്ങളായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന ദാരുണമായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്നുണ്ടായിരുന്ന 35ഓളം തൊഴിലാളികളാണ് ഇന്ന് ഈ 13 സ്ഥാപനങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നഷ്ടങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്ഥാപനം നഷ്ടമാണെന്ന് വരുത്തി തീർക്കാൻ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയും ആ സാധനം വിറ്റുപോകാതെ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുപോലെ പാലക്കാട് ടൗണിൽ കൺസ്യൂമർ ഫെഡിലേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പുറത്ത് വിറ്റത് പിടിച്ചുകൊണ്ട് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നടന്നിരുന്നു. അപ്പൊ ഇവിടെ ഏതാനും വ്യക്തികൾക്ക് സബ്സിഡി ആനുകൂല്യം പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വ്യക്തികൾക്ക് മാത്രം ഈ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ബാക്കിയുള്ള സാധനങ്ങൾ പുറത്തേക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പർളി, സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ, കൗൺസിലർ M സുലൈമാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഞാങ്ങാട്ടി കടവ് പ്രദേശത്ത് വാഹന ഗതാഗതത്തിന് ഭീഷണിയായി കാട്ടുപന്നികൾ കൂട്ടമായി പാതയിലിറങ്ങുന്നത് പതിവാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ കാട്ടുപന്നികളെ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണിവിടെ. കഴിഞ്ഞ രാത്രി ഏതോ വലിയ വാഹനമിടിച്ച് ഒരു കാട്ടുപന്നി ചത്തു. വാഹന ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായ കാട്ടുപന്നികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കലാജാഥയ്ക്ക് ഷൊർണൂരിൽ സ്വീകരണം നൽകി. വടക്കേക്കര LP സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേരളം തന്നെ ഒരു അപകടകരമായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. സംസ്ഥാനം നമ്മൾ പത്രമെടുത്താൽ കാണുന്നത് മന്ത്രവാദത്തിൻ്റെയും അതുപോലെ അണക്കന്മാരുടെയും ഒക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആഭിചാരക്കുലകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രം കുറെ കൂടി വിപുലീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ വടക്കേക്കര തന്നെ ഞാൻ ചോദിച്ചു, സാധാരണ നിലയിൽ ഒരു നല്ല ജനക്കൂട്ടം ഉണ്ടാവുന്ന പ്രദേശമാണ്. ജാഥ മാനേജർ തങ്കച്ചൻ മാസ്റ്റർ സ്വീകരണം ഏറ്റുവാങ്ങി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി ഷാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ P സുമ, മേഖലാ പ്രസിഡന്റ് ഗോവിന്ദരാജൻ, ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി അർജുൻ, കൗൺസിലർ ഉഷാദേവി എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തോടനുബന്ധിച്ച് ഇന്ത്യ സ്റ്റോറി എന്ന നാടകത്തിന്റെ അവതരണവുമുണ്ടായി. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് മത്സരത്തിന്റെ നിയമാവലി ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ മത്സരത്തിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ്, വെറും ഒരു ഇൻഫ്ലുവൻസർ അല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. 3 മില്യൺ ഫോളോവേഴ്സിന് എനിക്ക് ഇൻസ്റ്റയിൽ ലക്ഷങ്ങളാണ് ഒരു കൊളാബറേഷന് ഞാൻ വാങ്ങുന്ന പ്രതിഫലം. പക്ഷേ ലക്ഷങ്ങളല്ല, ലക്ഷ്യങ്ങളാണ് എനിക്ക് വരുന്നത്. അത് നിറവേറ്റാനാണ് ഞാൻ. അവരുടെ ആ പ്രശ്നം, അവരെ കുറെ പേരെ ബ്ലോക്ക് ചെയ്തില്ലേ? ടീച്ചർ വിഷമിക്കണ്ട, എന്നെ മാനസികമായും ശാരീരികമായും അവർ തളർത്തി. സോഷ്യൽ മീഡിയയിലൂടെയുള്ള കടുത്ത സൈബർ ലിഞ്ചിങ്ങും കൂടെ ആയപ്പോ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂൾ 101ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വളരെ അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ ആര്യഞ്ചിറ സ്കൂൾ. അതിൻ്റെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്.
കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെടുത്തുക. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് താല്പര്യപൂർവ്വം കടന്നു വരാൻ സാധിക്കുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റുക എന്നുള്ളത് ഈ വിദ്യാലയത്തിലെ PTA-യും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്നുകൊണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് P. ദിവ്യ അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപകൻ S. ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ K. മനോഹരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയും ബാലതാരവുമായ നിരുപമ രാജീവിനെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ TK ബഷീർ, K. പ്രസാദ്, T. ബിന്ദു, CK സൗമ്യ, KR അശ്വതി, ഷൊർണൂർ AEO BT ബിന്ദു, BPC അജോയ് ശങ്കർ, സ്കൂൾ മാനേജർ A. ആനന്ദ്, MPTA പ്രസിഡന്റ് സുമാ രഞ്ജിത്ത്, SSG ചെയർമാൻ K. അശോകൻ, PTA വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A. ബാലകൃഷ്ണൻ, അധ്യാപിക PP ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാവിരുന്നുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം തുടരുന്നു. ഞായറാഴ്ചയാണ് സമാപനം. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കലിയത് പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജ ശ്രീഹരി നമ്പൂതിരി, പ്രസാദ് നമ്പൂരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. താലപ്പൊലിയുമായി നീങ്ങിയ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ക്ഷേത്രം നാരായണീയ സമിതിയുടെ തിരുവാതിരക്കളിയും നടന്നു. ഞായറാഴ്ച കൽക്കി അവതാരത്തോടെ ഭാഗവത സപ്താഹത്തിന് സമാപനമാകും. ഞായറാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന എന്നിവയുണ്ടാകും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും നടന്നുവരുന്നു. ക്ഷേത്രത്തിലെ 21ാമത്തെ ഭാഗവത സപ്താഹയജ്ഞമാണ് നടക്കുന്നത്. പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അഷ്ടമൂർത്തി പുലാച്ചേരിയും സെക്രട്ടറി K. അരവിന്ദാക്ഷൻ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അവർ നടപ്പിലാക്കുന്ന വകുപ്പ് വഴി നടപ്പിലാക്കുന്നതും തദ്ദേശ സ്വയംഭരണ വഴി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ, അവർ നടപ്പിലാക്കുന്ന ആനുകൂല്യ വിതരണ പ്രവർത്തനങ്ങളിൽ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി അവർക്ക് ന്യായമായ ക്ഷേമ പദ്ധതികളിൽ അവരെയും കൂടെ ഭാഗമാക്കണം എന്നതാണ് നമ്മൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മറ്റൊന്ന്, മാർക്കറ്റുകളുടെ ശോചനീയാവസ്ഥ. നമ്മുടെ കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ. മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ മക്കൾക്ക് ലംസം ഗ്രാന്റിന് പകരമായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുക, മത്സ്യ മാർക്കറ്റുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ക്ഷേമനിധി അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളിലൂടെ മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക, സമ്പാദ്യ സമാശ്വാസ പദ്ധതി അനുബന്ധ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക, മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് പ്രത്യേക ആരോഗ്യ സംരക്ഷണ പാക്കേജ് അനുവദിക്കുക, മലമ്പുഴ ഡാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന സഹകരണ സംഘം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM സെയ്തുപ്പ, ഉണ്ണികൃഷ്ണൻ മമ്പാട്, സക്കീർ പട്ടാമ്പി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുജീബ് റഹ്മാൻ, OM ബാബു, സുരേഷ് മലമ്പുഴ, ജില്ലാ സെക്രട്ടറി A. സമീർ ഖാൻ, നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. DYFI പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. കൽപ്പ ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചത്. പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പക ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ്
സൂരജ് അധ്യക്ഷത വഹിച്ചു. ഹാഷിർ, അരുൺ, ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തെ ഷൊർണൂരിൽ നഗരസഭാ ഭരണാധികാരികൾ അനുകരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഷൊർണൂരിൽ ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ ഉപവാസ സമരം വൈകിട്ട് 5 വരെ. പോക്സോ കേസിൽ പട്ടാമ്പി മുതുതല സ്വദേശിയായ 68-കാരൻ പോലീസിന്റെ പിടിയിൽ. പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് മുതുതല കോഴിക്കാട്ടിരി കവതിയാട്ടിൽ അബ്ദുൾ റസാഖിനെ. പ്രതിബന്ധുവായ പെൺകുട്ടിയെ 2022 മുതൽ പലതവണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന് പോലീസ്. ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിയ 3 യുവാക്കൾ അറസ്റ്റിൽ. പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ അഴിമതിയെന്ന് വെൽഫെയർ പാർട്ടി. 3 വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കണമെന്ന വ്യവസ്ഥ പാലക്കാട്ട് അട്ടിമറിക്കപ്പെട്ടു. കൺസ്യൂമർ ഫെഡിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.